الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه وبارك وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اعلموا أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور صدق الله العظيم أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله قال الله سبحانه وتعالى في القرآن المجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും അള്ളാഹുവിനെ പരിപൂർണമായി തഖ്വ ചെയ്ത് ജീവിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ദുനിയാവ് എന്ന് പറയുന്നത് നശ്വരമാണ്, താൽക്കാലികമാണ് എന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, അടുത്ത നിമിഷം നമ്മൾ മരണപ്പെടുകയാണെന്ന് വിചാരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അടുത്ത നിമിഷം നമ്മൾ മരിക്കുകയാണ് എങ്കിൽ അതിനപ്പുറത്തുള്ള നമ്മുടെ ജീവിതം എന്താണ്? പരലോകമെന്ന് പറയുന്ന കാലാകാലമുള്ള ജീവിതം, ഒരിക്കലും തിരിച്ചു വരവില്ലാത്ത ജീവിതം. നമ്മുടെ കുടുംബക്കാരെങ്കിലും ഗൾഫിലേക്ക് പോകുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാകും, പ്രയാസം ഉണ്ടാകും. പക്ഷെ അവിടെയും ഒരു ആശ്വാസമുണ്ട്, കുറച്ചു കാലം കഴിഞ്ഞാൽ ആ മനുഷ്യൻ തിരിച്ചു വരുമെന്നുള്ള ആശ്വാസം. പക്ഷേ പരലോകമെന്ന് പറയുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരവില്ല, കാലാകാലമുള്ള ലോകം. നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ ഈ ദുനിയാവിൻ്റെ തിരക്കുകൾക്കിടയിൽ, അതിനുവേണ്ടി നമ്മൾ ഓടുന്നതിനിടയിൽ ആ പരലോകത്തെ നമ്മൾ പരിഗണിക്കാറുണ്ടോ എന്നുള്ളത്. ഇന്ന് നമുക്കിടയിൽ ധാരാളം മരണങ്ങൾ സംഭവിക്കുന്നു. നമ്മുടെ പ്രായത്തിലുള്ള ആളുകൾ പെട്ടെന്ന് മരണപ്പെടുന്നു. ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സിയാറത്ത് ചെയ്യണം, ഖബർ സിയാറത്ത് ചെയ്യണം. എന്തിനാണ്? മരണത്തെ ഓർക്കാനാണ്. നമ്മുടെ ഈ ദുനിയാവിൻ്റെ ജീവിതത്തിൽ അലിഞ്ഞു ചേരുമ്പോൾ നമുക്ക് മരണം ചിലപ്പോൾ മറന്നുപോകും. അപ്പോൾ ആ ഓർമ്മ വരണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഖബർസ്ഥാനിലേക്ക് പോകണം, ഖബറുകൾ സിയാറത്ത് ചെയ്യണം. ഇടയ്ക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ സിയാറത്ത് നിരോധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ചില ആളുകൾ അവിടെ പോയി വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി, ആ ഖബറുമായി ബന്ധപ്പെട്ട് കുറെ അനാചാരങ്ങൾ ചെയ്യാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇനി ആരും ഖബറിന്റെ അടുത്തേക്ക് പോകരുത്. പക്ഷെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ സിയാറത്ത് അനുവദനീയമാക്കി തന്നു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, മനുഷ്യരെ, ഞാൻ ഖബർ സിയാറത്ത് അനുവദനീയമാക്കി തന്നത് മരണത്തെക്കുറിച്ച് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. മരണത്തെക്കുറിച്ച് ഓർക്കാനുള്ള ഇടമാണ് ഖബറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഖബർസ്ഥാനിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ നമുക്ക് ഓർമ്മ വരും, ഈ ദുനിയാവ് അത് നശ്വരമാണ്, തീരാവുന്നതാണ്. ഒരു ദിവസം ഞാനും ഇതുപോലെ ഖബർസ്ഥാനിൽ കിടക്കേണ്ടതാണ്. ഈ ഓർമ്മ നമുക്ക് വരും. അത് വരാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പഠിപ്പിച്ചത്. പറഞ്ഞു വന്നത് ഈ ദുനിയാവ് താൽക്കാലികമാണ് എന്നുള്ള ചിന്ത എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കണം.
നമ്മുടെ എല്ലാ തിരക്കുകൾക്കിടയിലും പരലോകത്തേക്ക് വേണ്ടി തയ്യാറെടുക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നമ്മളെ കബളിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളെപ്പറ്റി ഖുർആനിൽ പല സ്ഥലങ്ങളിലായിട്ട് പറയുന്നുണ്ട്. പരലോക ചിന്ത നമുക്ക് നഷ്ടപ്പെടുവാനും ദുനിയാവിൻ്റെ പിന്നാലെ നമ്മൾ ഓടുവാനും കാരണമാകുന്ന കുറച്ച് കാര്യങ്ങൾ. ആരംഭത്തിൽ ഞാൻ ഓതിയ ആയത്ത് സൂറത്തുൽ ഹദീദിലെ 20-ാമത്തെ ആയത്താണ്. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദമായി അത് പറയുന്നുണ്ട്. പലപ്പോഴും ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നേക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആയത്തിലൂടെ അല്ലാഹു പറയുന്നു, യഅലമു മനുഷ്യരെ നിങ്ങൾ അറിയുക, അന്നമൽ ഹയാത്തു ദുനിയ, തീർച്ചയായും ഈ ദുനിയാവിൻ്റെ ജീവിതം എന്നുള്ളത് ലഈബുൻ, അത് കളിതമാശയാണ്. ലഈബ് എന്ന വാക്കിനർത്ഥം നമ്മൾ കൊടുക്കുന്ന സമയത്തിൻ്റെ അത്ര തിരിച്ച് ഗുണം ചെയ്യാത്ത കാര്യങ്ങൾ എന്നുള്ളതാണ്. നമ്മൾ എത്രയാണോ സമയം ചെലവഴിക്കുന്നത് അതിനനുസരിച്ചുള്ള ഗുണം നമുക്ക് തിരിച്ച് കിട്ടൂല. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ലഈബ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ചെറുപ്പ കാലഘട്ടത്തിൽ പല കളികളും കളിക്കാറുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അത് തമാശയാണ്. എന്തിനാണത് കളിച്ചത് എന്നൊക്കെ നമുക്ക് ആലോചിക്കേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള കുറേ കളികൾ നമുക്കിടയിലുണ്ട്. ഇത് മുതിർന്നു കഴിഞ്ഞാലും അങ്ങനെ കളിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഈ ദുനിയാവിൻ്റെ ജീവിതത്തിൽ ലഈബ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കണം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഹുവുൻ, ലഹ്വ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ തെറ്റിച്ച് മറ്റു പല ചിന്തകളിലേക്കും കൊണ്ടുപോകും. യഥാർത്ഥമായി നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പരലോകമാണ്. ആ പരലോകത്തെ കുറിച്ചുള്ള ചിന്ത നമ്മളിൽ നിന്ന് ഇല്ലാതെയാക്കിയിട്ട് മറ്റു പല ചിന്തകളിലേക്കും നമ്മളെ കൊണ്ടുപോകും. അതിൻ്റെ ഏറ്റവും വലിയ മാധ്യമമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. പലപ്പോഴും ജോലി കഴിഞ്ഞ് വന്ന് വിശ്രമിക്കാനിരിക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് സോഷ്യൽ മീഡിയ നോക്കാം, യൂട്യൂബ് നോക്കാം എന്ന് വിചാരിച്ച് നമ്മൾ യൂട്യൂബ് എടുക്കും. പിന്നീട് 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂറൊന്നും പോകുന്നത് നമ്മൾ അറിയില്ല. 3 മണിക്കൂർ കഴിഞ്ഞാലായിരിക്കും നമുക്ക് ചിന്ത വരുന്നത്, അല്ലാഹുവേ 3 മണിക്കൂർ വെറുതെ പോയല്ലോ എന്ന്. അതിനെ രൂപീകരിച്ചിരിക്കുന്ന അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ്. അൽഗോരിതം എന്ന് പറയും. ഓരോ സോഷ്യൽ മീഡിയയുടെയും പിന്നിൽ, ഇൻസ്റ്റഗ്രാം ആകട്ടെ, യൂട്യൂബ് ആകട്ടെ, അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന അൽഗോരിതമാണ്. ആ പ്രവർത്തിക്കുന്ന ആളെക്കുറിച്ച് കൃത്യമായി അതിനറിയാം. ആരാണിത് നോക്കുന്നത്, അയാളുടെ ഇഷ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്, എന്ത് കാണിച്ചാലാണ് അയാളെ പിടിച്ചിരുത്താൻ പറ്റുക എന്ന് ഈ അൽഗോരിതങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ആ അൽഗോരിതങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോകൾ നമ്മൾ അറിയാതെ മുന്നിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഫോൺ എടുത്തു വെക്കാമെന്ന് തോന്നുമ്പോഴൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട മറ്റൊരു വീഡിയോ മുന്നിലേക്ക് വരുന്നത്. നമ്മളത് കാണും. അപ്പൊ ഈ രൂപത്തിൽ ദുനിയാവ് നമ്മളെ കബളിപ്പിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. യഅലമു, നിങ്ങൾ അറിയണം, അന്നമൽ ഹയാത്തു ദുനിയ ലഇബുൻ വലഹുവുൻ, അതുപോലെ തന്നെ വസീനത്തുൻ. മൂന്നാമതായിട്ട് അല്ലാഹു പറയുന്നത് സീനത്താണ്. സീനത്ത് എന്ന് പറഞ്ഞാൽ അലങ്കാരം, അനാവശ്യമായ അലങ്കാരം. ജീവിതത്തിലുടനീളം ഇന്ന് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനിടയിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന സമ്പ്രദായമാണിത്. അലങ്കാരം കാണിക്കുക, അനാവശ്യമായ അലങ്കാരങ്ങൾ കാണിക്കുക. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലാളിത്യമാണ് അവൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. ലാളിത്യം, ഏറ്റവും ലളിതമായ ജീവിതം, അത് വസ്ത്രത്തിലാകട്ടെ, ജീവിതത്തിലാകട്ടെ, ഇടപാടുകളിലാകട്ടെ, ഇടപെടലുകളിലാകട്ടെ, എല്ലായിടത്തും ലാളിത്യമാണ് മുസ്ലിമീങ്ങളുടെ സവിശേഷത. നമ്മുടെ മുൻഗാമികളായ എല്ലാവരും അങ്ങനെയായിരുന്നു. അവര് ചെറുപ്പ കാലഘട്ടത്തിൽ വലിയ ധനാഢ്യന്മാരായിരുന്നു, സമ്പന്നരായിരുന്നു. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അദ്ദേഹം മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നനായ സ്വഹാബിയാണ്. എത്രത്തോളം എന്നാൽ അദ്ദേഹം ഒരു വഴിയിലൂടെ വരുന്നുണ്ട് എന്നറിഞ്ഞാൽ ആ മക്കയിലെ സുന്ദരികളായ സ്ത്രീകൾ മുഴുവനും ഒളിച്ചിരിക്കുമായിരുന്നു എന്നാണ്, ഈ മുസ്അബിനെ കാണാൻ വേണ്ടിയിട്ട്. അത്രമാത്രം ചമഞ്ഞു നടക്കുന്ന ധനാഢ്യനായ ഒരു മനുഷ്യനായിരുന്നു മുസ്അബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഉപയോഗിക്കുന്ന അത്തർ അന്ന് മക്കയിൽ എവിടെയും കിട്ടുമായിരുന്നില്ല. അത്രയും വിലപിടിപ്പുള്ള അത്തറായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നപ്പോൾ സമ്പത്ത് മുഴുവനും അള്ളാഹുവിന് വേണ്ടി ചെലവഴിച്ചു. സാധാരണ വസ്ത്രം ധരിക്കാൻ തുടങ്ങി. ആളുകൾ അതിശയത്തോടു കൂടി നോക്കി, ഇത് മുസ്അബ് തന്നെയാണോ? ഇത്രയും കാലം സ്ത്രീകളെ മുഴുവനും തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന മുസ്അബ് ഇന്ന് ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അതൊക്കെ വലിച്ചൂരി കളഞ്ഞിരിക്കുകയാണ്. എത്രത്തോളം എന്നാൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ പൊട്ടിക്കരഞ്ഞു. അപ്പൊ ചുറ്റുമിരിക്കുന്ന സ്വഹാബികൾ ചോദിച്ചു, എന്തിനാണ് തങ്ങൾ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ മുസ്അബിനെ അറിയാതെ ഓർത്തുപോയതാണ്. മുസ്അബ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു റളിയല്ലാഹു അൻഹു.
അപ്പൊ മരണപ്പെട്ട മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അറിയാതെ ഞാൻ ഓർത്തുപോയി. എന്താ കാര്യം? അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന ഒരു വലിയ ധനാഢ്യനായിരുന്നു. പക്ഷെ മരണപ്പെട്ട സമയത്ത് ഒരു കഫംപുടവ പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നാണ്. ഒരു കഫംപുടവ പോലും ഇല്ലാത്ത രൂപത്തിലേക്ക് അദ്ദേഹത്തിന്റെ ജീവിതം മാറി. ഹദീസിൽ വരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കഫംപുടവ തല മറക്കുമ്പോൾ കാല് വെളിവാകും, കാല് മറക്കുമ്പോൾ തല വെളിവാകും. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മുസ്അബിന്റെ മുഖം മറക്കുക, കാലിന്റെ അവിടെ പുല്ല് വെക്കുക എന്ന്. ഒരു സ്വഹാബിയുടെ അവസ്ഥയാണിത്. അപ്പൊ ഇത്തരത്തിൽ ദുനിയാവിൽ ഏറ്റവും ലളിതമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്രക്കിടയിൽ, അന്ന് ബൈത്തുൽ മുഖദ്ദസ് അമുസ്ലിങ്ങളുടെ കയ്യിലായിരുന്നു, അത് തിരിച്ചു പിടിച്ച് വലിയ പോരാട്ടത്തിലൂടെ, അപ്പൊ ആ പോരാട്ടം കഴിഞ്ഞപ്പോൾ ബൈത്തുൽ മുഖദ്ദസ് നിങ്ങൾക്ക് തിരിച്ചു തരണമെങ്കിൽ നിങ്ങളുടെ അമീറുൽ മുഅ്മിനീനായ ഉമർ ഇബ്നുൽ ഖത്താബ് ഇവിടെ വരണം, എങ്കിലേ ഞങ്ങൾ തരുകയുള്ളൂ എന്ന് ക്രൈസ്തവർ പറഞ്ഞു. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന്, ഇസ്ലാമിക ഭരണസിരാ കേന്ദ്രമായ മദീനയിൽ നിന്ന് ഈ ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര തിരിക്കുകയാണ്. ചരിത്രത്തിൽ കാണാം, ഒരൊറ്റ ഒട്ടകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മദീന എന്ന് പറയുന്ന ഇസ്ലാമിക് ഗവൺമെന്റിന്റെ ഉന്നതനായ ഉദ്യോഗസ്ഥൻ, ഭരണാധികാരി, ഖലീഫ, അദ്ദേഹം വരുന്നത് ഒരൊറ്റ ഒട്ടകവും 2 പേരുമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിന്റെ കൂടെ ഒരു സേവകനും. എന്നിട്ട് യാത്രക്കിടയിൽ കുറച്ചു നേരം സേവകൻ ഒട്ടകത്തിന് പുറത്തിരിക്കും, ഉമർ റളിയല്ലാഹു അൻഹു നടക്കും. കുറച്ചു നേരം ഉമർ റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന് പുറത്തിരിക്കും, സേവകൻ നടക്കും. ഇങ്ങനെയാണ് ബൈത്തുൽ മുഖദ്ദസ് വരെ യാത്ര ചെയ്തത്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയിൽ ഫലസ്തീന്റെ കവാടത്തിന്റെ അടുത്തേക്ക് എത്തി. അപ്പോ മുസ്ലിം സൈന്യം ഖലീഫയെ കണ്ടു. അത്ഭുതത്തോടുകൂടി മുസ്ലിം സൈന്യം ഖലീഫയോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, താങ്കൾ ഇങ്ങനെ ഇങ്ങോട്ട് വരരുത്, കാരണം ഞങ്ങളുടെ നേതാവാണ്, ഒരു രാഷ്ട്രത്തിന്റെ രാഷ്ട്ര തലവനാണ്. മാത്രമല്ല, ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുന്നത്, അദ്ദേഹം ആ സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിൽ 14ഓളം ഓട്ടകൾ ഉണ്ടായിരുന്നു എന്നാണ്. ആ ഓട്ടകൾ തുന്നിപ്പിടിപ്പിച്ചുകൊണ്ടാണ് ഈ ഖലീഫ വരുന്നത്. സ്വഹാബികൾ പറഞ്ഞു, താങ്കൾ ആ വസ്ത്രമെങ്കിലും മാറ്റണം, കാരണം വസ്ത്രത്തിൽ ഒരുപാട് തുന്നി പിടിപ്പിച്ചിട്ടുണ്ട്, അതെങ്കിലും മാറ്റണമെന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു അവർക്ക് കൊടുത്ത മറുപടി, നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ അള്ളാഹു ഇസ്ലാമിലൂടെ ഇസ്സത്ത് നൽകിയ ജനതയാണ്. ദുനിയാവിന്റെ എന്തെങ്കിലും വസ്തുക്കളിലൂടെയല്ല ഞങ്ങൾക്ക് അന്തസ്സ് നൽകിയിരിക്കുന്നത്. വസ്ത്രമോ, വില കൂടിയ കാറോ, വില കൂടിയ വിഭവങ്ങളോ, ഇതൊന്നുമല്ല അന്തസ്സിന്റെ അടയാളം. ഞങ്ങളുടെ അന്തസ്സ് ഇസ്ലാമാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയും ആ തുന്നിപ്പിടിപ്പിച്ച വസ്ത്രവുമായി ബൈത്തുൽ മുഖദ്ദസിലെ താക്കോല് വാങ്ങാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു പോവുകയും ചെയ്തു എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് ഇതാണ് സ്വഹാബിയുടെ ജീവിതം എന്ന് പറയുന്നത്, ലളിതമായ ജീവിതം. ഇന്ന് നമുക്ക് ഓട്ടയുള്ള വസ്ത്രം ധരിക്കാൻ, തുന്നിപ്പിടിപ്പിച്ച വസ്ത്രം ധരിക്കാൻ മടിയാണ്. പാശ്ചാത്യ സംസ്കാരം നമുക്കിടയിൽ വന്നതിന്റെ ഒരു ഭാഗം കൂടിയാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യഅലമു, മനുഷ്യരെ നിങ്ങൾ അറിയണം, അന്നമൽ ഹയാത്തുദ് ദുനിയ ലഇബുൻ വലഹുൻ വസീന. നിങ്ങളെ ഈ ദുനിയാവിൽ പറ്റിക്കുന്ന, നിങ്ങളെ ശരിയായ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിക്കുന്ന കാര്യങ്ങൾ, 1 ലൈബാണ്, 2 ലഹുവാണ്, 3ാമത്തേത് സീനത്താണ്, അമിതമായ അലങ്കാരം, അനാവശ്യമായ അലങ്കാരം. ഇതൊരിക്കലും നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കരുത്. ശേഷം പറയുന്നു, വതഫാഖുറുൻ ബൈനക്കും. 4ാമത്തെ കാര്യം, വതഫാഖുറുൻ ബൈനക്കും, നിങ്ങൾക്കിടയിൽ പെരുമ നടിക്കലാണ്. പെരുമ നടിക്കൽ, എൻ്റെ മകൻ വലിയ വിദ്യാഭ്യാസം നേടിയവനാണ്, അല്ലെങ്കിൽ ഞാൻ വലിയ ജോലിയുള്ളവനാണ്, വലിയ സാലറി ലഭിക്കുന്നവനാണ്. ഇത് പറയാൻ വേണ്ടി ഇന്ന് മനുഷ്യര് അവന്റെ സമ്പത്ത് മുഴുവനും ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്, സമയം മുഴുവനും ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തഫാഖുറിന് വേണ്ടി, മറ്റുള്ളവരെക്കാൾ ഞാൻ വലിയവനാണ് എന്ന് അത് നാവുകൊണ്ട് പറഞ്ഞിട്ടില്ല എങ്കിലും മനസ്സിലുണ്ടാവാൻ വേണ്ടി മനുഷ്യർ ഇന്ന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, തഫാഖുർ നിങ്ങളെ പറ്റിക്കുന്ന ഒരു കാര്യമാണ്. പരലോകത്തെ തൊട്ട് നിങ്ങളെ മറപ്പിക്കുന്ന, നിങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കുന്ന ഒരു കാര്യമാണ് തഫാഖുർ എന്ന് പറയുന്നത്. നിങ്ങൾ പെരുമ നടിക്കാനുള്ളവരല്ല. നമുക്ക് ഇസ്സത്ത് നൽകിയിട്ടുള്ളത് ഇസ്ലാമിലൂടെയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് സ്ഥാനം ലഭിക്കുന്നത് തഖ്വയിലൂടെയാണ്. തഖ്വ എത്രത്തോളം കൂടുന്നു അത്രത്തോളം നമ്മുടെ അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനം വർദ്ധിക്കും. കഴിഞ്ഞ ലോകകപ്പ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരായത്ത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഖത്തറിൽ നടന്ന ലോകകപ്പ്, അതിൽ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഓതിയ ആയത്ത്, യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും എന്ന് തുടങ്ങുന്ന ആയത്താണ്. ഈ ആയത്ത് ഓതിയത് കാരണത്താൽ 100 കണക്കിന് ആളുകളാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്.
എന്താണ് ആയത്തിന്റെ അർത്ഥം? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങൾക്കിടയിൽ സ്റ്റാറ്റസ് പരിഗണിക്കുന്നത് നിറം നോക്കിയിട്ടല്ല, സാമ്പത്തികമായ അവസ്ഥകൾ നോക്കിയിട്ടല്ല, കുടുംബ പരമ്പര നോക്കിയിട്ടല്ല, മറിച്ച് തഖ്വയാണ് ഒരു മനുഷ്യനെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും എന്ന് അള്ളാഹു പറയുകയാണ്. അപ്പൊ ഈ തഖ്വ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ദുനിയാവിൽ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ വലിയ സ്റ്റാറ്റസിന് വേണ്ടി, വലിയ വീടിനും സമ്പത്തിനും വേണ്ടി മറ്റെല്ലാം മറന്ന് ജീവിക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഒരു മുസ്ലിമിന് വരാൻ പാടില്ല. അഞ്ചാമതായിട്ട് അള്ളാഹു പറയുന്നത് തകാസുറുൻ എന്നുള്ളതാണ്. തകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. കിട്ടിയ സമ്പത്ത് മതിയാവാതെ വീണ്ടും വീണ്ടും വേണമെന്നുള്ള അത്യാഗ്രഹം ഇന്ന് മനുഷ്യരെ മുഴുവനും വ്യാപകമായി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണത്. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അവിടെയൊക്കെ കാണാം ബിസിനസ് വർദ്ധിപ്പിക്കുക, അത് ചെയ്യുക, ഇത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന എളുപ്പമാർഗങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. രസകരമായ ഒരു സംഭവമുണ്ട്. ഒരിക്കലും ഒരു മത്സ്യ തൊഴിലാളി ഒരു മരത്തണലിൽ വിശ്രമിക്കുകയായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ആ നാട്ടിലെ വലിയ ബിസിനസ്സുകാരൻ വന്നു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഈ വെറുതെ ഇരിക്കുന്ന സമയം കൊണ്ട് കുറച്ചുകൂടെ മത്സ്യം പിടിച്ച് നിന്റെ ബിസിനസ് വലുതാക്കിക്കൂടെ? ഒരു സാധാരണക്കാരനായ മത്സ്യത്തൊഴിലാളിയാണ്. അപ്പൊ അദ്ദേഹം വിശ്രമിക്കുന്നതിനിടയിൽ ഈ ബിസിനസ്സുകാരൻ വന്നിട്ട് പറയുകയാണ്, നീ ഇങ്ങനെ ഇരുന്നാൽ പോരാ, കുറച്ചുകൂടി നിന്റെ ബിസിനസ് വലുതാക്കണം. അപ്പൊ അയാൾ ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ ഈ ബിസിനസ്സുകാരൻ പറഞ്ഞു, നീ വെറുതെ ഇരിക്കുന്ന സമയം ഒഴിവാക്കിയിട്ട് ആ സമയം കൂടെ കുറച്ചുകൂടെ മത്സ്യം പിടിക്കുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ അയാൾ പറഞ്ഞു, കുറെ മത്സ്യം കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് വലിയൊരു ബോട്ട് വാങ്ങാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെ വലിയ ബോട്ട് വാങ്ങി നിനക്ക് ഒന്നും കൂടെ കൂടുതൽ മത്സ്യങ്ങൾ പിടിക്കാൻ കഴിയും, വലിയ കപ്പൽ വാങ്ങാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ വലിയ കപ്പൽ നിനക്കുണ്ട് എങ്കിൽ നിന്റെ ബിസിനസ് പിന്നെ വളരെ വലുതായിരിക്കും, നിനക്ക് കോടിക്കണക്കിന് രൂപ കിട്ടും. അപ്പൊ ഇയാൾ ചോദിച്ചു, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ആ ബിസിനസ്സുകാരൻ പറഞ്ഞു, നിനക്ക് കോടിക്കണക്കിന് രൂപ കിട്ടിയാൽ സമാധാനമായിട്ട് ഈ ലോകത്ത് ജീവിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ആ മത്സ്യത്തൊഴിലാളി പറഞ്ഞു, ഈ മരത്തണലിൽ ഇരുന്നു കൊണ്ട് ഞാൻ അനുഭവിക്കുന്നത് സത്യത്തിൽ ഇതാണ്. നിങ്ങൾ പറഞ്ഞ ഈ സമാധാനമാണ് ഇപ്പൊ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പറഞ്ഞത് ഇങ്ങനെ വലിയ ബോട്ട് വാങ്ങണം, വലിയ ബിസിനസ് ഉണ്ടാക്കണം എന്നൊക്കെ. ഇതുപോലെയുള്ള ഒരു പുകമറ നമുക്ക് മുന്നിൽ സൃഷ്ടിക്കുകയാണ്. നമുക്ക് എന്താണോ അള്ളാഹു ഉപജീവന മാർഗത്തിന് വേണ്ടി തന്നിട്ടുള്ളത് അത് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ നിർവഹിക്കുക, ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള സമയങ്ങൾ മുഴുവനും പരലോകത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. പറഞ്ഞു വന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഈ ദുനിയാവിൽ നമ്മളെ പറ്റിക്കുന്ന പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ലഈബാണ്, അനാവശ്യമായ കളികളാണ്. രണ്ടാമത്തേത് ലഹുവാണ്, നമ്മളെ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങളാണ്. മൂന്നാമത്തേത് സീനത്താണ്, അനാവശ്യമായ ആഡംബരങ്ങൾ, അത് നമ്മൾ സൂക്ഷിക്കണം. മൂന്നാമത്തേത് തഫാഖുറാണ്, പരസ്പരം പെരുമ നടിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. നാലാമത്തേത് തകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്, ഉള്ളത് മതിയാകാതെ വീണ്ടും വേണം എന്നുള്ള അത്യാഗ്രഹമാണ്. ഈ 5 കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം, എപ്പോഴും ദുനിയാവിൽ നിസാരമായിട്ട് കാണണമെന്ന് നമ്മൾ പറയുമ്പോൾ ഒരിക്കലും ദുനിയാവ് പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കരുത്. ദുനിയാവിൽ നമുക്കിപ്പോൾ 9 മണി മുതൽ 5 മണി വരെയാണ് നമ്മുടെ ജോലി സമയമെങ്കിൽ ആ സമയം നന്നായിട്ട് നമ്മൾ ജോലി ചെയ്യുക, നമ്മുടെ ബിസിനസ് പരമാവധി വർദ്ധിപ്പിക്കുക. പക്ഷെ 5 മണിക്ക് ശേഷമുള്ള സമയമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരുന്നത്. ചില ആളുകൾക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും. അപ്പൊ രാത്രിയിലുള്ള ഡ്യൂട്ടി കൃത്യമായിട്ട് നിർവഹിക്കുക. ആ ഡ്യൂട്ടി കഴിഞ്ഞാലുള്ള സമയം നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അല്ലാതെ ജോലിയിൽ നിന്ന് മാറി നിൽക്കണമെന്നോ ജോലി ചെയ്യാതെ ഈ ലോകത്ത് ജീവിക്കണമെന്നോ എന്നല്ല അർത്ഥം. നമുക്ക് നിശ്ചയിക്കപ്പെട്ട സമയം കൃത്യമായിട്ട് ജോലി ചെയ്യുക. പക്ഷെ ആ ജോലി കഴിഞ്ഞാലുള്ള സമയം അത് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് കൃത്യമായി സൂക്ഷിക്കണം. അത് നമ്മൾ പരലോകത്തിന് വേണ്ടി, പരലോകത്തിന്റെ വിഭവങ്ങൾ സമാഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് ഇന്നോ നാളെയോ പോയി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ആകെ ഉണ്ടാകുന്നത് അമലുകൾ മാത്രമാണ്. ഈ ദുനിയാവിൽ നമ്മൾ ചെയ്ത അമലുകൾ മാത്രം. നമ്മുടെ സമ്പത്ത് നമ്മുടെ കൂടെ വരൂല, നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ വരൂല. നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, ദീനിയായ ഇൽമ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, അവരെ ആലിമീങ്ങളാക്കി ഹാഫിദുകളാക്കിയിട്ടുണ്ട് എങ്കിൽ അത് നമുക്ക് നാളെ പരലോകത്ത് നമ്മൾ ഖബറിൽ കിടക്കുമ്പോൾ നമുക്ക് പ്രയോജനപ്പെടും. അവർ ഈ ദുനിയാവിൽ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളുടെയും പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് എത്തുമെന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, കുട്ടികൾ ആ രൂപത്തിലൊന്നും വളർത്തിയിട്ടില്ല എങ്കിൽ നമ്മുടെ മക്കൾ നമുക്ക് പ്രയോജനപ്പെടൂല. നമ്മുടെ മക്കൾ പ്രയോജനപ്പെടൂല, സമ്പത്ത് പ്രയോജനപ്പെടൂല, നമ്മുടെ ഈ ദുനിയാവിലുള്ള വലിയ വിഭവങ്ങൾ ഒന്നും പ്രയോജനപ്പെടൂല. വെറും അമല് മാത്രം ഉണ്ടാവുകയുള്ളൂ. ആ അമല് മാത്രമുള്ള ലോകത്ത് നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഈ ദുനിയാവിൽ നമ്മൾ അമലുണ്ടാക്കണം.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജോലി സമയം കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം നമ്മൾ പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടതുണ്ട്. ഇത് ഞാൻ എന്നോടും കൂടെയാണ് പറയുന്നത്. പലപ്പോഴും പല ഖുതുബകളും പറയുമ്പോഴാണ് നമുക്ക് മാറ്റം ഉണ്ടാവുകയുള്ളൂ, നമ്മൾ നമ്മളെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും ഉണ്ടാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഒന്നാമത്തത് വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധമാണ്. ഇത് നമുക്ക് വേണ്ടി നമ്മുടെ റബ്ബ് സമ്മാനമായി നൽകിയ ഒരു സാധനമാണ് ഖുർആൻ എന്ന് പറയുന്നത്. ആ ഖുർആൻ നമ്മൾ തുറന്ന് വായിക്കണം, അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി നിർബന്ധമായിട്ട് നമ്മൾ സമയം ചെലവഴിക്കണം. എന്ത് തിരക്കുണ്ടെങ്കിലും നമ്മൾ ഒന്നാമതായിട്ട് വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം അത് ദൃഢമാക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമസ്കാരങ്ങൾ കൃത്യസമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. അത് പരമാവധി പള്ളിയിൽ വന്ന് ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കണം. നമ്മൾ രാവിലെ ജോലിക്ക് പോകുന്ന ആളുകൾ വൈകുന്നേരം വീട്ടിലേക്ക് വരും. ബാക്കിയുള്ള സമയം നമുക്ക് കൃത്യമായി ജമാഅത്ത് നമസ്കാരം പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ കഴിയണം. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവുമല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നബിതങ്ങൾ പറയുകയാണ്, ആരെങ്കിലും സുബഹി നമസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ ദിവസം മുഴുവനും അള്ളാഹു പ്രത്യേകമായ ബർക്കത്ത് മനുഷ്യന് കൊടുക്കുമെന്നാണ്. അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് ആ മനുഷ്യൻ ആ ദിവസം മുഴുവനും ചെലവഴിക്കുക എന്നുള്ളതാണ്. എത്ര വലിയ സംരക്ഷണമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ജോലി കഴിഞ്ഞാലുള്ള സമയം കൃത്യമായി പള്ളിയിൽ ചെലവഴിക്കാൻ, അല്ലെങ്കിൽ നമസ്കാരത്തിനെങ്കിലും കൃത്യമായി പള്ളിയിൽ വരാൻ നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയണം. അതുപോലെ തന്നെ ജോലിക്കിടയിൽ നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ ജമാഅത്തായിട്ട് പരമാവധി നിസ്കരിക്കാൻ ശ്രമിക്കണം. അതിന് സാധിച്ചിട്ടില്ല എങ്കിൽ ആ സമയത്ത് തന്നെ കൃത്യമായി ഒറ്റക്കാണെങ്കിലും നിസ്കരിക്കണം. നമസ്കാരത്തിൽ ഒരിക്കലും വീഴ്ച വരുത്താൻ പാടില്ല. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം സോഷ്യൽ മീഡിയയുടെ നിയന്ത്രണമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളത് കൊണ്ടുവന്നേ പറ്റൂ. സോഷ്യൽ മീഡിയയുടെ നിയന്ത്രണം അത് ഒരു ദിവസം നമ്മളിപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ പതുക്കെ കുറച്ച് വരണം. 3 മണിക്കൂർ ഉപയോഗിക്കുന്നവർ 2.5 മണിക്കൂറാക്കണം, 2 മണിക്കൂറാക്കണം. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇല്ലാതെ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റുമല്ലോ. ഇപ്പം നമ്മുടെ ബിസിനസ് ഒന്നും സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട ബിസിനസ് അല്ല എങ്കിൽ എന്തിനാണ് അതിൻ്റെ ആവശ്യം? ബന്ധങ്ങൾ ഉണ്ടാക്കാനൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. അല്ലാതെ വെറുതെ സ്ക്രോളിങ്ങിന് വേണ്ടി ഒരു ലക്ഷ്യവുമില്ലാതെ ഫോൺ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. പൂർണ്ണമായിട്ടും ഒഴിവാക്കൽ നമ്മൾക്ക് ഇപ്പോൾ പ്രായോഗികമല്ല. അത് പതുക്കെ കുറച്ച് വരണം എന്നുള്ളതാണ്. അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം, സോഷ്യൽ മീഡിയ നിർബന്ധമായിട്ട് നമ്മൾ നിയന്ത്രിക്കണം. ഇല്ലെങ്കിൽ നമ്മളെ പരലോക നഷ്ടമാകും. അതുപോലെ തന്നെ അവസാനമായിട്ട് 2 കാര്യങ്ങൾ കൂടെ. ഒന്ന്, ദാനം വർദ്ധിപ്പിക്കണം. ദുനിയാവിനോടുള്ള നമ്മുടെ മഹബത്ത് ഇഷ്ടമില്ലാതെയാകാനുള്ള ഏറ്റവും വലിയ വഴിയാണ് നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് ചെലവഴിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത്. അത് ചെലവഴിക്കുമ്പോൾ നമുക്ക് ദുനിയാവുമായിട്ടുള്ള ബന്ധം മുറിക്കപ്പെടും. അപ്പം അതുകൊണ്ട് എല്ലാ ദിവസവും നമുക്ക് 1 രൂപയാണെങ്കിൽ പോലും 1 രൂപയാണെങ്കിലും മതി. അത് ചെയ്യുമ്പോൾ ദുനിയാവുമായിട്ടുള്ള ബന്ധം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മുറിക്കപ്പെടും. അതുകൊണ്ട് ദാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. ഏറ്റവും അവസാനത്തെ കാര്യം, ഒരു ദിവസം നിർബന്ധമായിട്ട് നമ്മൾ മരണത്തെക്കുറിച്ച് ഓർക്കണം. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ വരുമ്പോഴാണ് നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ നമുക്ക് തോന്നുള്ളൂ. അല്ല എങ്കിൽ നാളെയും മറ്റന്നാളൊക്കെ ജീവിക്കാനുള്ളവരാണ് എന്ന് തോന്നുമ്പോൾ നമുക്ക് ഇനിയും നന്നാവാനുള്ള സമയമുണ്ട് എന്നുള്ള തോന്നൽ വരും. നമ്മൾ അടുത്ത നിമിഷം മരിക്കുമെന്ന ചിന്ത വരുമ്പോഴാണ് നമുക്ക് ജീവിതം ക്രമീകരിക്കാൻ തോന്നുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം അത് അവന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ക്രമീകരിക്കുവാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.